Hola, hola. എന്താണ് എന്റെ വഴിയിലൂടെ ഇപ്പുറത്തൂടെ പോയത് അങ്ങനെയാണെങ്കിൽ അതിനെ കിട്ടിയതിനെ ഹായ് ഹലോ അമിഗോസ്. അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവരും ചോദിച്ച പോലെ തന്നെ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു 4 മണി ഒരു 5 മണി ടൈമിലൊരു വ്യൂ ഇതാട്ടോ. അത്യാവശ്യം റോഡൊന്നൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും കണ്ടില്ലേ നല്ലൊരു ചെമ്മാനവും ഒക്കെ സെറ്റായിട്ടുള്ളൊരു സമയം കേട്ടോ. പെട്ടെന്ന് നേരം വിളക്കും. മെല്ലെ എന്ത് ചെയ്യാം, പാവ് ഷോപ്പിൽ പോവാം. കുറച്ച് ബ്രെഡും കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങാം. വെള്ളം എടുത്തിട്ടുണ്ട്. ഹലോ മിക്കോസ്. അപ്പോൾ ഇതൊരു 6 മാസം മുന്നേ എടുത്ത വീഡിയോ എന്നുണ്ടോ, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് വില്ലേജിലേക്ക് പോയ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണേ. ഇവിടങ്ങളിലൊക്കെ രാവിലെ തന്നെ ബ്രെഡിൻ്റെയും ഈ പാവിൻ്റെയൊക്കെ ഷോപ്പുകൾ ഓപ്പൺ ആവട്ടോ. നമുക്ക് പട്ടി നോക്കി എന്തെങ്കിലും കിട്ടും എന്നുള്ള കൺസെപ്റ്റിൽ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും അതുപോലെ തന്നെ അവിടെ പിള്ളേർക്ക് എന്തെങ്കിലും കണ്ടാന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. അപ്പോൾ അതെനിക്ക് പോകാനുള്ള ശകടം വരുന്നുണ്ട്. രഞ്ജിയേട്ടൻ്റെ സ്കോർപ്പിയോയിലോട്ടോ ഇന്നത്തെ യാത്ര. നമ്മുടെ പ്രൗഡി കേട്ടോ വണ്ടി. ഇതാണ് നമ്മുടെ രഞ്ജിയേട്ടൻ ഫ്രം ബേറ. അപ്പോൾ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടെ തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒറ്റയ്ക്കൊന്നും ഒരിക്കലും പോകരുത്. ഞാനിത് പോകുന്നത് തന്നെ ഇവിടെ വന്നിട്ട് ഒരു 5 മാസം ഗ്യാപ്പിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പഴയ വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ഫാൾസ് വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ആണ് കുറച്ചുകൂടി നോക്കിയാക്കി വരുന്നത്. ഞാൻ ഈ പോകുന്ന വണ്ടിയുണ്ട്, യൂണിറ്റ് ട്രാൻസിൻ്റെ ബസ് കണ്ടോ. ഇത് കരാരടിസ്ഥാനത്തിൽ എന്താ പറയുക, ജീവനക്കാരെയൊക്കെ കൊണ്ടുപോകല്ലേ പല കമ്പനീസും, അങ്ങനത്തെ ഓടുന്ന വണ്ടികളാട്ടോ. ഇക്കാണുന്നൊരു ടോൾ ഗേറ്റ് ആണ്, അതായത് ഒരു പാലം വരുന്നുണ്ട്. ഒരു 1.7 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു പാലമായിട്ടാണ് കാണുന്നത്. വിക്ടോറിയ വാട്ടർഫാൾസ് അല്ലേ, സാംബിയ സിംബാബ്വെയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ താഴേക്കൂടെ ഓടുന്നത്, സാംബീസ് റിവർ. അപ്പോൾ അതിന് കുറുകെ പോകുന്ന ഒരു 1.7 കിലോമീറ്റർ വരുന്ന ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. നോക്കി അടിപൊളിയല്ലേ. then അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പൂമേൻ്റെ. പൂമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡഡ് ഷൂസിൻ്റെ ഒന്നും പൂമയല്ല, വേറൊരു പൂമ. ഇതാണ് ഗ്രാമത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ്. വഴി കണ്ടാൽ തന്നെ മനസ്സിലാവും ടാറിട്ട വഴികളൊന്നുമില്ല. ടാറിട്ട വഴികളൊക്കെ കാണണമെങ്കിൽ ഈ നാഷണൽ ഹൈവേ, അതായത് ഇപ്പം നല്ല രീതിക്കുള്ള ഒരു ഹൈവേയിൽ മാത്രമേ കാണത്തുള്ളൂ. അതും കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് മെയിൻ റോഡ് ഉണ്ടല്ലേ, അതായത് കുറേ രാജ്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡാണത്. ആ റോഡിൻ്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. കുറേയൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് തന്നെയാണ്. പിന്നെ എങ്ങനെയല്ലേ ഗ്രാമങ്ങളിലേക്കൊക്കെ റോഡ് ടാർ ചെയ്യുക. രാവിലത്തെ ഒരു കാഴ്ച വയ്ക്കുമോ, സ്കേഴ്സിറ്റി, വെള്ളത്തിനുള്ള സ്കേഴ്സിറ്റി നല്ല രീതിക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു കുഴൽക്കിണറിന് ചുറ്റും നിന്ന് സമാധാനപരമായി വെള്ളം കളറ്റുന്ന കാഴ്ച കേട്ടോ കാണുന്നത്. ഒരു സ്കൂളിൻ്റെ സറൗണ്ടിങ്സ് ആട്ടോ ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് സ്കൂളാണേ. വെയിറ്റ് കാണിച്ചു തരാം. നമ്മുടെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് AUP ആ ഒരു സ്കൂൾ കാറ്റഗറിക്കില്ലേ, ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഇപ്പോഴും ഗവൺമെൻറ് സ്കൂളുകളുടെ ഒരു സ്റ്റാൻഡേർഡ്. ഇവിടെ ഗ്രൗണ്ട് ഉണ്ടല്ലേ, ഗ്രൗണ്ട് എല്ലായിടത്തും പക്കയായിരിക്കും കേട്ടോ. ഇവിടെ ഫുട്ബോൾ അഡിക്റ്റഡ് ആണ് എല്ലാവരും. പിന്നെ റോഡുകളിലുള്ള സ്ഥിരം ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്ന വണ്ടികൾ. അവന്മാരിയ്ക്കുന്ന നോക്കി അവന്മാർ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി എന്നെ തെറി പറയുന്ന കേട്ടോ കേൾക്കുന്നത്. ഗോ മാതാവാണ് പോകുന്നത് കേട്ടോ. ഗോ ഗോ ഗോ. ഇത് ശരിക്കും കാളയാണോ? ആ ഒരു മുഴ കേട്ടോ, കാള പോലെ തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ കഴുത വണ്ടികൾ ഒരുപാട് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു 4x4 വണ്ടികളൊക്കെ കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങോട്ടൊക്കെ പോകുന്നതിന് കുറേ വഴികളൊക്കെ വളരെ വളരെ മോശമായിട്ട് വരും കേട്ടോ. ഒരു നിസാൻ്റെ വണ്ടിയല്ലേ പോകുന്നത്. നമ്മുടെ ഒരു ഗ്രാമക്കാഴ്ചകളൊക്കെ പോലെ തന്നെയുണ്ട് ഈ ഒരു സറൗണ്ടിങ്സ് ഒക്കെ അല്ലേ. അത് നമ്മുടെ വഴി മുടക്കിയായിട്ടൊരു പന്നിക്കുട്ടം കിടക്കുന്നുണ്ടോ, പിടിച്ച് വണ്ടിയിലിട്ടാലോ. എന്താണ് എൻ്റെ വഴിയിലൂടെ എന്നല്ലേ, ഇതുവരെ കാണാത്തൊരു വണ്ടിയാണല്ലോ എന്നുള്ള മൈൻഡിൽ അവൻ നോക്കുന്നത്. അവൻ ആദ്യം നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ചെക്കൻ പേടിച്ചിട്ട് ഓടിയിട്ടാ. ഇവിടുത്തെ പന്നി ഉണ്ടല്ലോ, ഹെവി അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് നാട്ടിലേക്കാളും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ പന്നി. നീരാട്ടാണ് മോനെ, നീരാട്ട്. ചെടിയിൽ നീരാട്ട്. പിന്നെ ചെടിയാണല്ലോ ഇവരുടെ ഫേവറേറ്റ്. വെറൈറ്റീസ് ഓഫ് പന്നികൾ കേട്ടോ, ഒരുപാട് പന്നികൾ. പോകുന്ന വഴിക്ക് മൊത്തം പന്നികളെ കണ്ടിങ്ങനെ പോവാം. കുറച്ചുകൂടെ ഉള്ളോട്ട് എത്തുമ്പോഴല്ലോ ഫുള്ള് പൊടിമണ്ണ് മാത്രമാവും കേട്ടോ. നമുക്ക് സൈക്കിളും കൊണ്ടൊക്കെ പോക്ക് ഭയങ്കര റിസ്ക്കാണ്. നമ്മുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ഇതാ നമ്മുടെ സൂര്യൻ ചേട്ടൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നോക്കി ചേച്ചിമാരെ അലക്കുന്നുണ്ടോ. സൂക്ഷിച്ച് നോക്കിയവർക്ക് മനസ്സിലാവും അവർ മേലോട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ ലൈംഗിക ദാരിദ്ര്യം തീരെ ഇല്ലതാണ് കേട്ടോ. കാട്ടിലെ ഗിനിക്കോഴികളൊക്കെ ഉണ്ടോ, ആൾക്കാരെ വളർത്തുന്നതല്ല കേട്ടോ. പിടിച്ച് കഴിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടുത്തെ ലോ അതിന് സമ്മതിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഫോറസ്റ്റ് ലോസ് കാര്യങ്ങളൊക്കെ. വഴിയുണ്ടല്ലേ, ചെറിയ ഈ അടുത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കുളമായി കിടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ലൊരു 4x4 വണ്ടിയൊക്കെ ആണെങ്കിൽ പുല്ല് പോലെ കയറി പൊക്കോളും.
ഏതാണ്ട് നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു അപ്പിയറൻസ് തൊട്ടത് അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? നമ്മുടെ പഴയ കാലത്തെ സെറ്റപ്പ് തന്നെ അല്ലേ, മണ്ണിട്ട വീടുകളൊക്കെ കിടന്നിറങ്ങി കുറേ പേരുണ്ടാവില്ലേ നമ്മളിൽ പലരും. ഈ കാണുന്നത് ആലയാണേ, അതിനുള്ളിലാണ് പശുക്കളും കാര്യങ്ങളൊക്കെ, കന്നുകാലികളുടെ ആലയാണ് കാണുന്നത്. നോക്കിക്കേ എന്ത് രസമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ, ഫുള്ള് മരത്തടികളും കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ഇത് അതിനുള്ള ആശാമാരെ കാണുന്നില്ലേ. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാലിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് കന്നുകാലികളും ഒരുപാട് ആടുകളും എല്ലാം കണ്ടില്ലേ പോകുന്ന വഴിക്ക് കാണുന്നത്. ഇത്രയും പശുക്കളും ഇത്രയും ആടുകളൊക്കെ ഓൺ ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ അവന്മാർ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം മിൽക്കിന് വേണ്ടിയിട്ട് ആരും അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല, മീറ്റിന് വേണ്ടി മാത്രമാണ് ഇവർ വളർത്തുന്നത് കൂടുതലും. അതെന്താണോ അങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം പാക്കറ്റ് പാലൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ റേറ്റാന്ന് പറയും ഇവിടെ. ഒരു ലിറ്റർ പാലിനൊക്കെ 200 രൂപ അറൗണ്ടാണ് ഫുൾ ക്രീമിനൊക്കെ വരുന്നത്. ദെൻ അവരെന്തുകൊണ്ടത് ഫോക്കസ് ചെയ്യുന്നില്ല എന്നത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് അരി എന്നതുപോലെ ഇവിടുത്തെ ഫേവറേറ്റ് ഇവരുടെ മെയിൻ ഡിഷാണ് ഷീമ. അപ്പോൾ ആ സാധനം ചോളം ഇങ്ങനെ പാറ്റിയെടുക്കുന്നുണ്ടോ കാണുന്നത്. പുള്ളിക്കാരത്ത് വീഡിയോ എടുത്തത് ഇഷ്ടമില്ല, അതുകൊണ്ട് മെല്ലെ അങ്ങ് സ്വിച്ച് ചെയ്തിട്ടോ. പിള്ളേരെ കണ്ടില്ലേ നമ്മുടെ പണ്ടത്തെ തട്ട് വണ്ടികളൊക്കെ കൊണ്ട് കളിക്കുന്നത്. ഇവിടുത്തെ പല കാഴ്ചകളും എൻ്റെ പഴയ കാലത്തോട് എനിക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആസ് എ 90 കിഡ് എനിക്ക് പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ ചെറുപ്പത്തിൽ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. വീടിൻ്റെ സ്റ്റൈലാണെങ്കിലും വീടുണ്ടാക്കി വെച്ചേക്കുന്ന കോലങ്ങളും അതുപോലെ തന്നെ ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ ഒന്നും എനിക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിവിടെ അത്യാവശ്യം നല്ലൊരു വീടാട്ടോ, അത്യാവശ്യം നല്ല പ്രമാണിൻ്റെ വീടാന്ന് തോന്നുന്നുണ്ട്. വേലിയെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട്, കൊള്ളാം. ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയപ്പോഴേ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിഷ്വൽസും കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. പിള്ളേരൊക്കെ നമ്മളെ കണ്ട വളരെ എക്സൈറ്റഡ് ആണ്. നമ്മളെ കാണുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യം വാങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൊടുക്കാൻ വേണ്ടി ഒരു ബിസ്ക്കറ്റ് കൊടുത്തതാണ്. ചെക്കന്മാരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം സൈക്കിൾ കൊണ്ട് കളിക്കുന്നുണ്ടോ. ഇവിടുത്തെ സൈക്കിളിൻ്റെ പ്രത്യേകത അറിയോ, 90% ആൾക്കാരും ബ്രേക്ക് യൂസ് ചെയ്തില്ല. ഇനി ബ്രേക്ക് ഷൂ വാങ്ങാനുള്ള പൈസ ഇല്ലായിട്ടാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവന്മാർ റോട്ടിലൂടെ പോകുന്ന കാണണം കേട്ടോ, സീനാണേ. നമ്മളവിടുത്തെ സാധനം നോക്കി തട്ടിപ്പറിച്ച് വാങ്ങുന്നത് കേട്ടോ, എല്ലാവരും കൂടെ കടലിലും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് തന്നെയാണ്. നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകാൻ ഞാൻ ശ്രമിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ കൂടെ പോകാനുള്ള ആൾക്കാരെ കിട്ടാറില്ല എന്നാണ് സത്യം. ആഫ്രിക്ക വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് എവിടെ ഉള്ളിലേക്കൊന്നും പോകാതിരിക്കുക കേട്ടോ മാക്സിമം. കാരണം നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല ഇവരുടെ മൈൻഡ് പെട്ടെന്ന് മാറും. സോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് അവർക്ക് നല്ലോണം അറിയാം. സോ അവരുടെ മൈൻഡ് എപ്പോഴാണ് മാറുക എന്നുള്ളത് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബി കെയർഫുൾ. നല്ലൊരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതെന്താ സംഭവം എന്നറിയോ, ഒരു സ്റ്റോർ റൂമാണേ, വീടൊന്നുമല്ല. ഇവർക്ക് ധാന്യങ്ങളൊക്കെ ഇങ്ങനെ ചോളമൊക്കെ എടുത്തു വെക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു റൂമാട്ടോ അത്. ഒരമ്മച്ചി നോക്കിയേ ഒരു പാട്ടെല്ലാം കേട്ട് അങ്ങനെ ഇരുന്ന് പാവ് കഴിക്കുക കേട്ടോ. അപ്പോൾ വെച്ചാൽ ബ്രെഡ് വെള്ളത്തിൽ മാത്രം ഇങ്ങനെ മുക്കി ഇങ്ങനെ കുതിർത്ത് കഴിക്കുകയാണ് പുള്ളിക്കാരത്തി. അമ്മച്ചി എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ പോർച്ചുഗീസ് എനിക്ക് അങ്ങോട്ട് വലിയ കത്തുന്നില്ല, ഞാൻ വന്ന ടൈം ആയതുകൊണ്ട്. ദെൻ മ്യൂസിക് ഇവിടെ മെയിൻ ആട്ടോ. മ്യൂസിക്, ഡ്രിങ്ക്സ് അത് വിട്ടിട്ടുള്ള ആഫ്രിക്ക ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആട് പുറത്തുപോയ സമയം നോക്കിയിട്ട് കോടി കടന്ന് വിരകും കേട്ടോ അതിനുള്ളിൽ. കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയല്ലോ അല്ലേ. ശരിയാ, പണ്ട് നമ്മുടെ നാട്ടിലും ഈ ഒരു രീതിയൊക്കെ തന്നെയല്ലേ എല്ലാ കൺസ്ട്രക്ഷനും. ഇത് നോക്കിയേ, ഇത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ എന്താ സാധനം എന്ന് നോക്കിക്കോ. അമ്പട പന്നിക്കുട്ടാ, ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുക കേട്ടോ ആശാൻ. ഇപ്പം ഇനി എന്താവോ, യെസ് ആട്ടുമാമയാണേ. എല്ലാവർക്കും അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേൽക്കൂര ഇല്ലയെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തായിട്ട് എന്തോ ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. ഗ്രില്ലാണ്. എന്താ സാധനം എന്ന് മനസ്സിലായോ? മീൻ തന്നെയാണ്, എന്ത് മീനാണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ പല്ലി ഓന്ത് പറ്റിയാന്ന്. പന്നികൾക്ക് പിന്നെ വേസ്റ്റ് എന്നാണല്ലോ ഫുഡ് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷൻ. കഴിക്കട്ടെ. എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ പോയി മനസ്സിലാവുക ഏത് വീട്ടുകാരുടെയാണെന്നൊക്കെ. പിള്ളേർ നോക്കിയേ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഓൺ കേട്ടോ. അവർക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ഇവരൊക്കെ ബോൺ ഡാൻസേഴ്സ് ആണല്ലേ. ഇവർ ഓരോ ജസ്റ്റേഴ്സും ഓരോ കളികളും ആ മെയ്വഴക്കൊക്കെ നോക്കിക്കുക അല്ലേ. പൊളിയാണ് കേട്ടോ പിള്ളേരൊക്കെ, അടിപൊളി. എഡ്യൂക്കേഷൻ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു പകുതിയോളം ആൾക്കാർ ഇവിടെ പഠിക്കുന്നില്ല പിള്ളേരാരും. സാമ്പത്തികത്തിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കാം. കോഴിക്ക് നോക്കി നമ്മുടെ അതേ നാട്ടിലെ കോഴി തന്നെ കേട്ടോ. ആ ചേച്ചിക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ഹാപ്പിനെസ് കണ്ടോ, തുള്ളിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരോട് പയ്യെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോയി നോക്കുക കേട്ടോ, എന്തെങ്കിലും ഇനി കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടാറ്റയൊക്കെ പറഞ്ഞ് മെല്ലെ അങ്ങ് പോകും കേട്ടോ ഞങ്ങൾ. ദെൻ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, പിന്നെ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. ഈ സാധനം സെൻസർ ചെയ്ത് വേറെ ഒന്നുമല്ല, അവിടെ ഡ്രസ്സ് ഇടാതെ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് യൂട്യൂബിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും. സോ ഒരു പബ്ലിക് വാട്ടർ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവർ കളക്ട് ചെയ്യാണ് വെള്ളം. നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ കൃഷി ചെയ്യാനുള്ളൊക്കെ ഇഷ്ടം പോലെ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവർ ചെയ്യുന്നില്ല എന്നാണ് സത്യം. മൊസംബിക്കിലൊക്കെ ഇഷ്ടം പോലെ ഏരിയാസ് കിടപ്പുണ്ട് കൃഷിക്കാണെങ്കിലും
ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ചോളമാണ് ഇവരുടെ മെയിൻ ഫുഡ് ഐറ്റം. അപ്പോൾ അത് പല സ്ഥലത്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ലാൻഡ് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഫുഡിനുള്ള ഇഷ്യൂസ് ഇവരായിട്ട് തന്നെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി അത് വളരെ വളരെ കുറവാണ്, അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഇവിടെ നല്ലോണം ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ കേസും. പിള്ളേരിൽ പകുതി മുക്കാൽ ആൾക്കാരും റോഡിലൂടെ നടന്ന് ഓരോരോ കാര്യങ്ങൾ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നടക്കുകയാണേ. ഇത് നോക്കിയാൽ ചെറിയൊരു മാർക്കറ്റ് ഉണ്ടോ, ദെൻ പോകുന്ന വഴിക്കേണ്ട ഒരു പുറ്റ് കണ്ടില്ലേ, ഇതൊക്കെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാട്ടോ. അതാണ് അവരങ്ങനെ ഒന്നും നശിപ്പിക്കാതെ വെച്ചേക്കുന്നത്. ഉള്ള സാധനങ്ങളൊക്കെ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന കാര്യമൊന്നുമില്ലല്ലോ. ദെൻ കാണുന്നത് അങ്ങനെ കൊടുത്തു പോവാണ്. കാരണം കൊടുക്കാനാണെങ്കിൽ കൊടുക്കാനേ ഉള്ളൂ ഇവിടെ. ദെൻ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കൂട് ആ ഒരു ഫാമിലിക്ക് ഇവിടെ കൊടുക്കുക കേട്ടോ. ഒരു 5-8 പാവയിലുണ്ട്. പാവ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഈ ബ്രെഡ് ഐറ്റംസിനും അതുപോലെ തന്നെ ഈ ബണ്ണിനൊക്കെ പറയുന്ന കേട്ടോ. പിള്ളേരൊക്കെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടോ, നമ്മുടെ ഒരു സാരി പോലത്തെ സാധനമൊക്കെ, നമ്മുടെ ഒരു മുണ്ടെന്ന് പറയാം, മുണ്ടൊക്കെ പല രീതിക്കായിട്ട് ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കാണ്. ലോങ് വീഡിയോസ് അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇനി മെല്ലെ മെല്ലെ തുടങ്ങണമെന്നുണ്ട്. ആസ് എ ട്രാവലർ ആയിരുന്നെങ്കിൽ എനിക്ക് കുറേ വീഡിയോസൊക്കെ കണ്ടൻറ്റ് കിട്ടിയാനേ. ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് കിട്ടുന്ന ഗ്യാപ്പിലേക്കാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ് കേട്ടോ. അതാണ് ഈ ലോങ് വീഡിയോസിനുള്ള ഒരു ഗ്യാപ്പ് വരുന്നത്. ദെൻ കൂടുതലും ആഫ്രിക്ക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ മൈൻഡിലും പേടിയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നതിന് മുന്നേ ഒക്കെ ആണെങ്കിലും അയ്യോ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ ഒരു ഭീകരമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷെ അങ്ങനെ നല്ല കേട്ടോ, ജീവിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ തന്നെയാണ്, അടിപൊളി കോണ്ടിനെൻ്റ് തന്നെയാണ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ പറയുന്ന അത്ര ഭീകരതയൊന്നും ഈ മൊസംബിക്കിൽ ഞാൻ നിൽക്കുന്ന ഈ പ്രൊവിൻസിലില്ല കേട്ടോ. ഞാൻ നിൽക്കുന്ന ടെറ്റ് എന്ന പ്രൊവിൻസിലാണ്. സൗത്ത് ആഫ്രിക്കയും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ കുറേ ക്രൈംസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ അങ്ങനെ വരാതിരിക്കട്ടെ. ഇത്രയും പശുവിനൊക്കെ ഇവർ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് ചെവിയിലൊരു മാർക്കും നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കയറെങ്കിലും നോക്കി പിടിക്കാം. ഇവന്മാരിത് എങ്ങനെയാല്ലേ ആർക്കറിയാം. അപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണേ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വണ്ടി തന്നെ ഇതിലൂടെ ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ഒരു പള്ളിയാട്ടോ കാണുന്നത്, ക്രിസ്ത്യൻ പള്ളിയാട്ടോ കാണുന്നത്. ഇവിടെ കൂടുതലും ഈ യാക്കോബൈറ്റ്സ്, കത്തോലിക്ക എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. കത്തോലിക്സ് ആണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുള്ളി ഇവിടുത്തെ കപ്പ്യാരാണേ. അപ്പം അറൗണ്ട് ഒരു 10 മണി 10:30 ആയി ഞങ്ങൾ റിട്ടേൺ വരികയാണ്. അച്ഛൻ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമുക്കൊന്ന് കുർബാനെല്ലാം കൂടിയിട്ട് പോകുമായിരുന്നു. പക്ഷെ നടക്കൂല, നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. വേറെ കുറച്ച് പരിപാടിയും കൂടെ നമുക്കൊന്ന് പ്ലാൻഡ് ആണ്. സോ വിട്ടേ പറ്റത്തുള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ കണ്ടിട്ട് പോകുമായിരുന്നു കേട്ടോ. പക്ഷേ സമയമില്ല, ഞങ്ങൾ മെല്ലെ പോട്ടെ. മെയിൻ റോഡിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഉള്ളിലോട്ടും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്രയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡുള്ള ഫ്രൂട്ട്സ് കടകളും ചെറിയ ചെറിയ ഗ്രോസറി കടകളൊക്കെ കാണാം. ഇങ്ങനെ നമ്മളൊക്കെ പണ്ട് ലീവ് സമയത്തൊക്കെ മക്കൾസൊക്കെ കടകളുണ്ടാക്കുമല്ലേ, അങ്ങനത്തെ കടകളൊക്കെ കേട്ടോ. ഞാൻ ഈ സെൻസ് ചെയ്ത് വേറെ ഒന്നുമല്ല, പിള്ളേർ ഡ്രസ്സൊന്നും ഒരാണ്ട് ഓടിക്കളിച്ച് ചാടി വരുന്ന കാഴ്ച കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ അവന്മാർ തിരിച്ചു ഓടിപ്പോയി. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ട്, ബിസ്ക്കറ്റൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ എന്ത് ചെയ്തു, അവന്മാർ തിരിച്ചു ഓടി വന്നിട്ടോ. അവർ നെഞ്ചത്ത് ഇങ്ങനെ എന്താ പറയുക, പെന്നും കൊണ്ടൊക്കെ എന്തൊക്കെയോ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കവരെ കാണുമ്പം സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. കാരണം ലൈഫ് ഒരു നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവർക്കൊരു വിദ്യാഭ്യാസം എന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ നാട്ടിലെ പിള്ളേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇവരുടെ ലൈഫിൽ ഇവരുടെ ഈ സമയത്ത് ഇവർ സെറ്റായിട്ട് നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കമ്പൽസറി ആണെന്നൊക്കെ ഇവർക്കൊരു തോന്നലും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ദെൻ വല്ല തിരിച്ചു പോകാനുള്ള പരിപാടികളിലാണേ നമ്മൾ ഫസ്റ്റ് കണ്ട എൻട്രൻസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ പോലെ തന്നെ തോന്നില്ലേ. റോഡും കൂടെ ഒന്ന് ടാറിട്ട ലെവലാണെങ്കിൽ ഏകദേശം അതുപോലെ തന്നെ ഫീൽ ചെയ്യും. കുറേ ഉള്ളോട്ട് തന്നെയാണ് ആൾക്കാരൊക്കെ പിന്നെയും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത രീതിക്ക്. ഇതുണ്ട് ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആഫ്രിക്കയെ പറ്റി എത്ര പറയാൻ തീരത്തില്ല കേട്ടോ. അപ്പോൾ ആഫ്രിക്കയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളതൊക്കെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആഫ്രിക്കൻ മല്ലു ഫോളോ ചെയ്യുക. അതുതന്നെ അതിൽ ഡെയിലി വീഡിയോസ് ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ദെൻ എല്ലാവർക്കും ഇപ്പോൾ ഷോർട്സ് ആണല്ലോ താല്പര്യം കൂടുതലും. യൂട്യൂബിലാണെങ്കിൽ ഞാൻ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആരും തന്നെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. ഇനി ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എന്തായാലും ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ബൈ.